അഭിനയം തന്നെ ഒരു നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ അല്ലാതെ എന്തോ പഠിക്കാനും അറിയാനും കൂടുതൽ വർക്ക് ചെയ്യാനും ഉണ്ടെന്നുള്ളൊരു തോന്നലല്ല. ആ തോന്നൽ പിന്നെ പ്രായോഗികമായിട്ട് നമ്മൾ മനസ്സിലാക്കുകയാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന്, ഡയറക്ടേഴ്സിൽ നിന്ന് വ്യത്യസ്തമായ സമീപനങ്ങൾ. ഇപ്പോൾ പെട്ടെന്ന് പറയുമ്പോൾ നമ്മൾ നാട്ടിൽ ചില നാടകങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എപ്പിക് തിയേറ്റർ, ബെർട്ടോൾഡ് ബ്രെക്റ്റിനെ പറ്റി പലർക്കും അറിയാമെങ്കിലും പറയുകയാണ്. ബെർട്ടോൾഡ് ബ്രെക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ജർമ്മൻ നാടകക്കാരനായിട്ടുള്ള സൈദ്ധാന്തികനായിട്ടുള്ള ഒരാളിൻ്റെ ശൈലിയാണ് തിയേറ്ററിൽ 20-ാം നൂറ്റാണ്ടിൽ വലിയ മാറ്റം കൊണ്ടുവന്ന ഒരാളാണ്. നാടകം ചിന്തിപ്പിക്കാനും പഠിപ്പിക്കാനുള്ളൊരു മാധ്യമമാണെന്നും കൂടി പറഞ്ഞ ഒരാളാണ്. അപ്പോൾ അത് എന്താണെന്ന് പോലും അറിയുന്ന സ്കോളറായി വന്നതിന് ശേഷം, പക്ഷെ അതിന് മുമ്പ് അതുപോലത്തെ നാടകങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്ന് നാടകം പറഞ്ഞു തന്ന ആൾക്കാർക്കും ഇത് ഇന്നതാണ്, ഇത് പഠിപ്പിക്കുക. പെട്ടെന്നൊരു ഓഡിയൻസിനിടയിൽ ഒരാൾ നിർത്ത നാടകം, ഇത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഓഡിയൻസ് ഇടപെടുന്നു. അതൊരു എലിയനേഷൻ ഉണ്ടാക്കുന്നതാണ്, അതിനെ കട്ട് ചെയ്യുകയാണ്. എന്നിട്ട് ഇത് നാടകമാണെന്ന് തോന്നിപ്പിക്കുകയും അതായിരുന്നു ആ ഒരു എപ്പിക് തിയേറ്റർ എന്ന് പറയുന്നത്. പക്ഷെ അത് അന്ന് അറിയാതെ ചെയ്തതാണ്. അപ്പം ഞാൻ പറഞ്ഞത് പഠനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശരിക്കും നമ്മൾ പലതും പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അഭിനയത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ എത്തിയത് എന്തെന്നാൽ അഭിനയം പഠിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴും ആൾക്കാർ കളിയാക്കി ചോദിക്കുന്ന സംഭവമാണ്. അപ്പം അങ്ങനെ പഠിക്കാനുണ്ട്. അഭിനയം പഠിക്കുക അല്ലെങ്കിൽ അഭിനയിക്കുക എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ നേരത്തെ പറയുന്നത് സന്തോഷവും ഇഷ്ടത്തിനപ്പുറത്ത് നമ്മളും അറിയാതെ നവീകരിക്കപ്പെടുന്നുണ്ട്.